VHSC സെക്കൻഡ് ഇയർ തേർഡ് മൊഡ്യൂൾ പ്രാക്ടിക്കൽ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹസാർഡ്സ് അറ്റ് വർക്ക് പ്ലേസ് ആൻഡ് പ്രിവെൻറ്റീവ് മെഷേഴ്സ്, തൊഴിലിടങ്ങളിലെ അപകടങ്ങളും പ്രതിരോധ നടപടികളും എന്ന പാഠ്യഭാഗത്തെ പ്രായോഗിക പരിശീലനത്തെക്കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ചോദ്യം 1 എന്താണെന്ന് നോക്കാം. സപ്പോസ് യു ആർ working as supervisor in a retail store. Store manager has asked you to give a presentation on the topic hazard in a retail store, its preventive measures and possible steps of first aid to manage injury due to hazard to the newly recruited retail sales associates. അതായത് ഒരു റീറ്റെയിൽ സ്ഥാപനത്തിലെ സൂപ്പർവൈസറായി നിങ്ങൾ ജോലി ചെയ്യുകയാണെന്ന് വിചാരിക്കുക. പുതിയതായി നിയമിക്കപ്പെട്ട റീറ്റെയിൽ സെയിൽസ് അസോസിയേറ്റിൻ്റെ പരിശീലനത്തിനായി ജോലിസ്ഥലത്തെ അപകടങ്ങളും പ്രതിരോധ നടപടികളും അവയ്ക്കുള്ള പ്രഥമ ശുശ്രൂഷ മാർഗങ്ങൾ എന്നിവയെക്കുറിച്ച് സ്റ്റോർ മാനേജർ ഒരു പ്രസൻറ്റേഷൻ തയ്യാറാക്കുവാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. അങ്ങനെയെങ്കിൽ ആ പ്രസൻറ്റേഷൻ എപ്രകാരമായിരിക്കണമെന്ന് നോക്കാം. MS പവർ പോയിന്റിൽ പ്രസൻറ്റേഷൻ തയ്യാറാക്കാവുന്നതാണ്. ഹസാർഡ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു 6 ബേസ്ഡ് ഓൺ ദെയർ ഒറിജിൻ. അപകടങ്ങളുടെ ഉത്ഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവയെ നമുക്ക് 6 തരം തിരിക്കാം. ബയോളജിക്കൽ ഹസാർഡ്സ്, chemical hazards, ergonomic hazards, physical hazards, psychosocial hazards, and safety hazards. Let's see what is a biological hazard. Employees who work with other people, with animals, or with infectious materials can be exposed to biological hazards such as blood, fungi, mold, viruses, and animal droppings. ബയോളജിക്കൽ ഹസാർഡ്സ് എന്താണെന്ന് നോക്കാം. ജീവനക്കാർ തങ്ങളുടെ തൊഴിലിടങ്ങളിൽ മറ്റു വ്യക്തികളുമായോ മൃഗങ്ങളുമായോ സമ്പർക്കം പുലർത്തുമ്പോൾ ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, പ്രാണികൾ, മലിനജലം, ഭക്ഷണം എന്നിവ മൂലം പകർച്ചവ്യാധികൾ പടരുവാൻ സാധ്യതയുണ്ട്. ഇവ മൂലമുള്ള അപകടങ്ങളെയാണ് ബയോളജിക്കൽ ഹസാർഡ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളുടെ സമൂഹത്തിൽ പടർന്നുകൊണ്ടിരിക്കുന്ന കൊറോണ വൈറസ് ബയോളജിക്കൽ ഹസാർഡിന് ഒരു ഉദാഹരണമാണ്. നെക്സ്റ്റ് വി ക്യാൻ സീ വാട്ട് ഈസ് ദ ഇമ്പാക്റ്റ് ഓഫ് ബയോളജിക്കൽ ഹസാർഡ് ടു വർക്കേഴ്സ്. അതായത് ബയോളജിക്കൽ ഹസാർഡ് തൊഴിലാളികളിൽ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഔട്ട്ബ്രേക്സ്, പാൻഡമിക്, ഡെത്ത്, ഇൽനെസ്, സിക്നസ്, എക്സെട്ര. അതായത് രോഗബാധ, പകർച്ചവ്യാധി വ്യാപനം, മരണം എന്നിവയാണ് അവ. നെക്സ്റ്റ് വി ക്യാൻ ലുക്ക് ഇൻ ടു ഹൗ ക്യാൻ ബയോളജിക്കൽ ഹസാർഡ്സ് be prevented in the workplace. That means തൊഴിലിടങ്ങളിൽ ബയോളജിക്കൽ ഹസാർഡ്സിനെ എങ്ങനെ തടയാമെന്ന് നോക്കാം. വാഷ് ഹാൻഡ്സ് ബിഫോർ ആൻഡ് ആഫ്റ്റർ വർക്ക്. ഓൾസോ വാഷ് ഹാൻഡ്സ് ഇമ്മീഡിയറ്റ്ലി ബിഫോർ ആൻഡ് ആഫ്റ്റർ wearing protective clothing, uniforms or gloves to reduce the possibility of infection. Biological hazards can kill or they may cause discomfort and affect the health and performance of employees at the very least. അതായത് സുരക്ഷിതമായ സാമൂഹിക അകലം പാലിക്കുക, ജോലി ചെയ്യുന്നതിന് മുൻപും ശേഷവും വൃത്തിയായി കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകുക, സുരക്ഷാ വസ്ത്രങ്ങൾ, യൂണിഫോമുകൾ, കയ്യുറകൾ എന്നിവ ധരിക്കുന്നതിന് മുൻപ് കൈകൾ കഴുകുക,
ജോലി ചെയ്യുന്ന ചുറ്റുപാടുകൾ, പ്രതലങ്ങൾ എന്നിവ അണുനശീകരണം വരുത്തി വൃത്തിയായി സൂക്ഷിക്കുക എന്നീ മാർഗങ്ങൾ ബയോളജിക്കൽ ഹസാർഡ്സിനെ തടയുന്നതിനായി തൊഴിലിടങ്ങളിൽ സ്വീകരിക്കാവുന്നതാണ്. The next one is chemical hazards. Chemical hazards are occupational hazards caused by exposure to chemicals in the workplace. തൊഴിലിടങ്ങളിൽ രാസവസ്തുക്കളുമായുള്ള സമ്പർക്കം മൂലമുണ്ടാകുന്ന അപകടങ്ങളെയാണ് കെമിക്കൽ ഹസാർഡ്സ് എന്ന് പറയുന്നത്. ലോങ് ടേം എക്സ്പോഷർ ടു കെമിക്കൽസ് സച്ച് ആസ് സിലിക്ക ഡസ്റ്റ്, എൻജിൻ എക്സോസ്റ്റ്, tobacco smoke and lead have been shown to increase risk of heart disease, stroke and high blood pressure. അതായത് രാസവസ്തുക്കളായ സിലിക്ക ഡസ്റ്റ്, വാഹനങ്ങളിൽ നിന്നും ഫാക്ടറികളിൽ നിന്നും പുകയിലയിൽ നിന്നുമുള്ള പുക എന്നിവയുടെ ദീർഘകാലത്തെ സമ്പർക്കം മൂലം ഹൃദ്രോഗം, മസ്തിഷ്കാഘാതം, ഉയർന്ന രക്തസമ്മർദ്ദം എന്നിവ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. നെക്സ്റ്റ് ഇസ് പ്രിവെൻറ്റീവ് മെഷേഴ്സ് ഓഫ് കെമിക്കൽ ഹസാർഡ്സ്. അതായത് കെമിക്കൽ ഹസാർഡുകളെ തടയുവാനുള്ള മാർഗങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. കീപ് കെമിക്കൽ സ്റ്റോറേജ് ഏരിയ ലോക്ക്ഡ്. രാസവസ്തു സംഭരണശാലയുടെ മുന്നിൽ അപകട മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിക്കണം. വെയർ കെമിക്കൽ ഗൂഗിൾസ്, ഫേസ് ഷീൽഡ് ആൻഡ് റബ്ബർ ഗ്ലൗസ് വെൻ ഹാൻഡ്ലിംഗ് കെമിക്കൽസ്. അതുപോലെ തന്നെ ഗൂഗിൾസ്, ഫേസ് ഷീൽഡ്, റബ്ബർ ഗ്ലൗസ് എന്നിവ രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നതിന് മുൻപായി ധരിക്കുകയും വേണം. കെമിക്കൽ ഹസാർഡുകളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്ന സൈൻ ബോർഡുകളാണ് ഇവിടെ തന്നിട്ടുള്ളത്. നെക്സ്റ്റ് ഇസ് എർഗണോമിക് ഹസാർഡ്സ്. Ergonomic hazards are caused due to repetitive motion, eye strain, awkward postures, lifting injuries, vibration, force, contact stress, etc. അതായത് ആവർത്തിച്ചുള്ള ചലനം, കമ്പ്യൂട്ടറിലോ ലാപ്ടോപ്പിലോ ജോലി ചെയ്യുമ്പോൾ കണ്ണുകൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട്, വസ്തുക്കൾ ഉയർത്തുമ്പോഴുണ്ടാകുന്ന പരിക്കുകൾ, വൈബ്രേഷൻ എന്നിവ എർഗണോമിക് ഹസാർഡിന് കാരണമാകുന്നു. പ്രിവെൻറ്റീവ് മെഷേഴ്സ് ഓഫ് എർഗണോമിക് ഹസാർഡ്സ്. എർഗണോമിക് ഹസാർഡുകളെ തടയുവാനുള്ള മാർഗങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. അവോയ്ഡ് റെപ്പിറ്റേറ്റീവ് സ്ട്രെയിൻ ഇഞ്ചുറി വിത്ത് എർഗണോമിക്സ്. ആവർത്തിച്ചുള്ള ചലനം ഒഴിവാക്കുക. കീപ് ലോഡ് ക്ലോസ് ടു ബോഡി. ഭാരമുള്ള വസ്തുക്കളെ ശരീരത്തോട് ചേർത്തു പിടിക്കുക. ഗെറ്റ് ഹെൽപ്പ് ടു ലിഫ്റ്റ് ഹെവി ഒബ്ജക്ട്സ്. ഭാരമുള്ള വസ്തുക്കൾ ഉയർത്തുമ്പോൾ സഹായം തേടുക. നെക്സ്റ്റ് ഇസ് ഫിസിക്കൽ ഹസാർഡ്സ്. ഫിസിക്കൽ ഹസാർഡ്സ് ഒക്കേർഡ് ഡ്യൂ ടു എക്സസീവ് ഹീറ്റ്, radiation, cold, pressure, noise, slipping, etc. അതായത് അമിതമായ ചൂട്, തണുപ്പ്, വികിരണം, മർദ്ദം, വലിയ ശബ്ദം, വഴുതി വീഴുക എന്നിവ മൂലമുണ്ടാകുന്ന അപകടങ്ങളെയാണ് ഫിസിക്കൽ ഹസാർഡ്സ് എന്ന് പറയുന്നത്. ഫിസിക്കൽ ഹസാർഡിൽ പ്രധാനപ്പെട്ട ഒന്നാണ് റേഡിയേഷൻ ഹസാർഡ്. റേഡിയേഷൻ ഇന്ന് നമ്മുടെയെല്ലാം ജീവിതത്തിൽ അടർത്തി മാറ്റാൻ പറ്റാത്ത ഒന്നായി കഴിഞ്ഞു. റേഡിയേഷൻ ഉറവിടങ്ങൾ 2 തരത്തിലാണ് ഉള്ളത്: നാച്ചുറൽ സോഴ്സ് ആൻഡ് മാൻ മെയ്ഡ് സോഴ്സ്. കോസ്മിക് റേസ് നാച്ചുറൽ സോഴ്സിൻ്റെ ഉദാഹരണമാണ്. എക്സ്റേസ്, റേഡിയോ ഐസോടോപ്സ്, റേഡിയം വാച്ചസ്, TV,
എന്നിവ മാൻമെയ്ഡ് സോഴ്സിൻ്റെ ഉദാഹരണങ്ങളാണ്. Ultraviolet light from sunlight and welding, infrared radiation from torch welding, radio waves from radio transmission devices, lasers used for aligning, ranging and surveying എന്നിവ നോൺ അയണൈസിംഗ് റേഡിയേഷൻ്റെ ഉദാഹരണങ്ങളാണ്. സ്കിൻ ക്യാൻസർ, പ്രിമേച്വർ സ്കിൻ ഏജിംഗ്, ഐ ഡാമേജ്, ബേൺസ് എന്നിവ ഇവ മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളാണ്. കംപ്രസ്ഡ് എയർ ക്യാൻ ബി എ കില്ലർ. നിങ്ങളുടെ വസ്ത്രം വൃത്തിയാക്കുന്നതിനോ മറ്റുള്ളവരുടെ നേരെയോ അതുപയോഗിക്കരുത്. ഫിസിക്കൽ ഹസാർഡായ വൈബ്രേഷൻ 2 തരത്തിലാണ് ഉള്ളത്. ഒന്നാമതായി ഹാൻഡ് ആം വൈബ്രേഷൻ. ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിക്കുന്നത് ഹാൻഡ് ആം വൈബ്രേഷന് ഇടയാക്കുന്നു. രണ്ടാമതായി ഹോൾ ബോഡി വൈബ്രേഷൻ. JCB ഉപയോഗിക്കുന്നത് ഹോൾ ബോഡി വൈബ്രേഷന് ഇടയാക്കുന്നു. നെക്സ്റ്റ് ഇസ് പ്രിവെൻറ്റീവ് മെഷേഴ്സ് ഓഫ് ഫിസിക്കൽ ഹസാർഡ്സ്. ഫിസിക്കൽ ഹസാർഡുകളെ പ്രതിരോധിക്കുവാനുള്ള മാർഗങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. ഇൻവിസിബിൾ ലേസർ ബീമിനെ കുറിച്ചും ഹൈ നോയ്സ് ഏരിയയെക്കുറിച്ചുമുള്ള മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കാം. ഹൈ നോയ്സ് ഏരിയയിൽ ജോലി ചെയ്യുമ്പോൾ ഇയർ പ്ലഗ്സ് ഉപയോഗിക്കാം. റേഡിയേഷനുമായുള്ള സമ്പർക്കം കുറയ്ക്കുന്നതിനായി ക്യാപ്പ്, സൺസ്ക്രീൻ ലോഷൻ, സൺഗ്ലാസസ് എന്നിവ ഉപയോഗിക്കാം. റേഡിയേഷൻ്റെ ഉറവിടത്തിൽ നിന്നും അകലം പാലിക്കാം. നെക്സ്റ്റ് വൺ ഇസ് psychosocial hazards. Psychosocial hazards are caused due to stress, harassment, violence, workload, unstable jobs, long work days, technological change, etc. അതായത് ജോലിസ്ഥലത്തെ സമ്മർദ്ദം, അമിത ജോലിഭാരം മൂലമുള്ള ക്ഷീണം, സഹപ്രവർത്തകരുടെ ഭീഷണിപ്പെടുത്തൽ, മാനസിക പീഡനം, അസ്ഥിരമായ ജോലി, നീണ്ട പ്രവൃത്തി ദിവസങ്ങൾ, സാങ്കേതിക മാറ്റം തുടങ്ങിയവ മൂലമുണ്ടാകുന്ന അപകടങ്ങളെയാണ് സൈക്കോസോഷ്യൽ ഹസാർഡ്സ് എന്ന് പറയുന്നത്. Now we can look into the preventive measures of psychosocial hazards. First one, provide on-site or distance counseling. Second one, create quiet time. Third one, yoga. അതായത് ജോലി സ്ഥലത്തോ അല്ലെങ്കിൽ മറ്റിടങ്ങളിൽ വെച്ച് കൗൺസിലിംഗ് കൊടുക്കുക. കുറച്ചു നേരം ശാന്തമായി ഇരിക്കുവാനുള്ള സമയം കണ്ടെത്തുക, യോഗ ചെയ്യുക എന്നിവയിലൂടെ സൈക്കോസോഷ്യൽ ഹസാർഡിനെ പ്രതിരോധിക്കുവാൻ സാധിക്കും. Again, there are 6 simple strategies to better cope up with psychosocial hazards at workplace. First one, form positive relationship. Second one, start exercising or exercise more. Third one, eat healthy and nutritious food. Fourth one, get enough sleep. Fifth one, prioritize and organize. And sixth one is kick your bad habits. അതായത് സൈക്കോസോഷ്യൽ ഹസാർഡിനെ നന്നായി നേരിടുന്നതിന് 6 ലളിതമായ മാർഗങ്ങളുണ്ട്. ഒന്നാമതായി, നിങ്ങളുടെ ചിന്തകൾ പങ്കുവയ്ക്കുന്നതിനായി ശുഭചിന്തകൾ ഉള്ള കൂട്ടുകാർ ഉണ്ടായിരിക്കണം. രണ്ടാമതായി, വ്യായാമം മുടക്കം കൂടാതെ ചെയ്യുക. മൂന്നാമതായി, ആരോഗ്യപരവും
പോഷകസമ്പുഷ്ടവുമായ ഭക്ഷണം കഴിക്കുക. 4. വേണ്ടത്ര ഉറങ്ങുക. 5. മുൻഗണന കൊടുക്കേണ്ട കാര്യങ്ങളെ തിരിച്ചറിയുകയും ലക്ഷ്യങ്ങളെ കൃത്യസമയത്ത് നേടിയെടുക്കുകയും ചെയ്യുക. അവസാനമായി നിങ്ങളുടെ ദുശീലങ്ങളെ ദൂരെ എറിയുക. Next one is safety hazards. Safety hazards are unsafe working conditions that can cause injury, illness and death. സുരക്ഷിതമല്ലാത്ത ജോലി സാഹചര്യങ്ങൾ മൂലമുണ്ടാകുന്ന പരിക്ക്, അസുഖം, മരണം എന്നിവയെയാണ് സേഫ്റ്റി ഹസാർഡ്സ് എന്ന് പറയുന്നത്. അതിനുദാഹരണങ്ങളാണ് ട്രിപ്പ് ഹസാർഡ്, സ്ലിപ്പ് ഡൗൺ ഓൺ എ വെറ്റ് ഫ്ലോ, ഇഞ്ചുറി ഡ്യൂ ടു ബ്രോക്കൻ ഗ്ലാസ് മുതലായവ. നെക്സ്റ്റ് ഇസ് പ്രിവെൻറ്റീവ് മെഷേഴ്സ് ഓഫ് സേഫ്റ്റി ഹസാർഡ്സ് അഥവാ സേഫ്റ്റി ഹസാർഡിനെ പ്രതിരോധിക്കുവാനുള്ള മാർഗങ്ങൾ. ഡിഫക്റ്റീവ് കോഡ്സ്, വെറ്റ് ഫ്ലോ, ട്രിപ്പ് ഹസാർഡ്, ബ്രോക്കൻ ഗ്ലാസ്, ഡോണ്ട് ഓവർലോഡ്, സ്റ്റേ അലേർട്ട് നിയർ മൂവിംഗ് എക്യുപ്മെൻറ്റ് തുടങ്ങിയ മുന്നറിയിപ്പ് സൈൻ ബോർഡുകൾ ജോലി സ്ഥലത്ത് ഉചിതമായ രീതിയിൽ സ്ഥാപിക്കണം. നെക്സ്റ്റ് ഇസ് ഫസ്റ്റ് എയ്ഡ് ഫോർ ഹസാർഡ്സ് അറ്റ് വർക്ക് പ്ലേസ്. അടുത്തതായി ജോലി സ്ഥലത്ത് അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ഉപയോഗിക്കാവുന്ന പ്രഥമ ശുശ്രൂഷ നടപടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഫസ്റ്റ് എയ്ഡ് ഫോർ ഫോൾസ്. വീഴ്ചയുണ്ടാകുമ്പോൾ കൊടുക്കാവുന്ന പ്രഥമ ശുശ്രൂഷ. സ്പ്രെയിൻസ് ആൻഡ് സ്ട്രെയിൻസ്. ഉളുക്കോ മറ്റോ ഉണ്ടായാൽ ആദ്യമായി വീണ വ്യക്തിയെ അല്പനേരം വിശ്രമിക്കാൻ അനുവദിക്കുക. ദാറ്റ് മീൻസ് get the person to rest. Then second one, apply an ice pack to the injury. This will help to reduce the pain and swelling. ഒരു ഐസ് പാക്ക് ഉളുങ്ങിയ ഭാഗത്ത് വയ്ക്കുകയാണെങ്കിൽ വേദനയും നീരും കുറയുവാൻ സഹായിക്കും. If there is no improvement, arrange to take them to hospital. ഒരു ശമനവും ഉണ്ടായില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ എത്തിക്കുവാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുക. നെക്സ്റ്റ് ഇസ് ഫസ്റ്റ് എയ്ഡ് ഫോർ ബ്രോക്കൺ ബോൺസ്. എല്ല് പൊട്ടുകയോ മറ്റോ ചെയ്താൽ ഫസ്റ്റ് വൺ, എൻകറേജ് them to support the injury with their hand or use a cushion to prevent unnecessary movement. അനാവശ്യ ചലനം തടയുന്നതിനായി കയ്യോ കുഷ്യനോ ഉപയോഗിച്ച് പിന്താങ്ങുക. സെക്കൻഡ് വൺ, arrange for the person to go to hospital. വീണ വ്യക്തിയെ, അതായത് ജീവനക്കാരനോ അതോ ഉപഭോക്താവോ ആരായാലും ഹോസ്പിറ്റലിൽ എത്തിക്കുവാനുള്ള ക്രമീകരണം ചെയ്യുക. തേർഡ് വൺ, കണ്ടിന്യൂ സപ്പോർട്ടിംഗ് ദ ഇഞ്ചുറി until help arrive. മെഡിക്കൽ സഹായം കിട്ടുന്നതുവരെ എല്ലാ പിന്തുണയും ഉറപ്പാക്കുക. നെക്സ്റ്റ് ഇസ് കെമിക്കൽ സ്പിൽ എമർജൻസി റെസ്പോൺസ്. രാസവസ്തുക്കൾ തൂകിപ്പോയാലുള്ള അടിയന്തര പ്രവർത്തനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, റെസ്ട്രിക്റ്റ് എൻട്രി ആൻഡ് ഇവാക്യുവേറ്റ് ദ പേഴ്സൺസ് ഫ്രം ദി സ്പ്ലിറ്റ് ഏരിയ. രാസവസ്തു തൂവിപ്പോയ ഇടത്തിൽ നിന്നും വ്യക്തികളെ ഒഴിപ്പിക്കുകയും പ്രവേശനം നിയന്ത്രിക്കുകയും വേണം. സെക്കൻഡ് വൺ, നോട്ടിഫൈ ദ എമർജൻസി റെസ്പോൺസ് ടീം ആൻഡ് സൂപ്പർവൈസർ. എമർജൻസി റെസ്പോൺസ് ടീമിൻ്റെയും
സൂപ്പർവൈസറുടെയും ശ്രദ്ധയിൽ പെടുത്തുക. തേർഡ് വൺ, മെയിൻറ്റെയിൻ ഗുഡ് വെന്റിലേഷൻ ഇൻ ദ സ്പിൽ ഏരിയ. നല്ല വായു സഞ്ചാരം ഉറപ്പാക്കുക. ഫോർത്ത് വൺ, പ്രൊവൈഡ് ഫസ്റ്റ് എയ്ഡ് ട്രീറ്റ്മെൻറ്റ് ടു ദ ഇൻജുവേർഡ്. പരിക്ക് പറ്റിയവർക്ക് പ്രഥമ ശുശ്രൂഷ നൽകുക. ഫിഫ്ത്ത് വൺ, പുട്ട് പ്രോപ്പർ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ് ബിഫോർ യൂസിങ് ദ സ്പിൽ കിറ്റ്. ഡു നോട്ട് പുട്ട് യുവർ സെൽഫ് അറ്റ് റിസ്ക്. രാസവസ്തുക്കൾ നീക്കം ചെയ്യുന്നതിന് മുൻപ് ആവശ്യമായ PP കിറ്റ് ധരിക്കുക. സ്വയം അപകടത്തിൽ ചാടാതിരിക്കുക. നെക്സ്റ്റ് ഇസ് ഫസ്റ്റ് എയ്ഡ് ഫോർ ബേൺസ്. പൊള്ളൽ പറ്റിയാൽ കൊടുക്കേണ്ട പ്രഥമ ശുശ്രൂഷകൾ. ഫസ്റ്റ് വൺ, കൂൾ വിത്ത് റണ്ണിംഗ് വാട്ടർ. അതായത് പൊള്ളലേറ്റ ഭാഗം ഒഴുകുന്ന വെള്ളത്തിൽ തണുപ്പിക്കുക. സെക്കൻഡ് വൺ, കവർ ദ ബേൺ. പൊടി പറ്റാതെ പൊള്ളൽ മൂടുക. തേർഡ് വൺ, കോൾ എമർജൻസി അസിസ്റ്റൻസ്. എത്രയും വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതിനായി ആംബുലൻസ് വിളിക്കുക. നെക്സ്റ്റ് ഇസ് ഫസ്റ്റ് എയ്ഡ് ഫോർ മാനേജിംഗ് ബ്ലീഡ്സ്. മുറിവ് പറ്റി രക്തം വാർന്നാൽ കൊടുക്കാവുന്ന പ്രഥമ ശുശ്രൂഷകൾ. മുറിവേറ്റ കൈ ഹൃദയത്തിനു മുകളിലായി പൊക്കിപ്പിടിക്കുക. മുറിവ് ഡ്രസ് ചെയ്യുക. അതിലൂടെ വീണ്ടും രക്തം പൊടിഞ്ഞാൽ പുതിയ ഡ്രസ്സിംഗ് വീണ്ടും ചെയ്യുക. നെക്സ്റ്റ് വി ക്യാൻ സീ ഹു ഈസ് റെസ്പോൺസിബിൾ ഫോർ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഇൻ യുവർ വർക്ക് പ്ലേസ്. ജോലി സ്ഥലത്തെ ആരോഗ്യത്തിനും സുരക്ഷയ്ക്കും ആരാണ് ഉത്തരവാദി? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എല്ലാവരും ഉത്തരവാദികളാണ്. അതായത് തൊഴിലുടമ, സേഫ്റ്റി മാനേജർ, ലൈൻ മാനേജർ, ജീവനക്കാർ തുടങ്ങിയ എല്ലാവരും ജോലി സ്ഥലത്തെ ആരോഗ്യത്തിനും സുരക്ഷയ്ക്കും ഉത്തരവാദികളാണ്. Here is what you can do to help prevent accidents in the workplace. തൊഴിലിടങ്ങളിലെ അപകടങ്ങൾ തടയുന്നതിനുള്ള മാർഗങ്ങളാണ് ഇനി പറയുന്നത്. ഫസ്റ്റ് വൺ, നെവർ ടേക്ക് ഷോർട്ട് കട്ട്സ്. കുറുക്കുവഴികൾ തേടാതിരിക്കുക. സെക്കൻഡ് വൺ, വൈപ്പ് അപ്പ് സ്പിൽസ് പ്രോംപ്റ്റ്ലി. വെള്ളമോ മറ്റോ താഴെ വീണാൽ ഉടനടി തുടച്ചു മാറ്റുക. തേർഡ് വൺ, സ്റ്റേ അലേർട്ട്. റിപ്പോർട്ട് ഹസാർഡ്സ് ആൻഡ് നിയർ മിസ്സസ് ഇമ്മീഡിയറ്റ്ലി. ജാഗ്രത പാലിക്കുക. അപകടങ്ങളും അപകട സാധ്യതകളും ഉടനടി റിപ്പോർട്ട് ചെയ്യുക. അടുത്തതായി പ്രായോഗിക പരിശീലനത്തിലെ രണ്ടാമതൊരു ചോദ്യം നോക്കാം. സപ്പോസ് യു ആർ വർക്കിംഗ് ആസ് എ റീറ്റെയിൽ സെയിൽസ് അസോസിയേറ്റ് in a leading retail store. An old-aged lady customer has slipped and fell down while moving with shopping trolley in a wet floor. As a salesperson, how will you handle the situation? നിങ്ങൾ ഒരു പ്രമുഖ റീറ്റെയിൽ സ്റ്റോറിൽ റീറ്റെയിൽ സെയിൽസ് അസോസിയേറ്റായി ജോലി ചെയ്യുകയാണെന്ന് കരുതുക. ഒരു പ്രായമുള്ള വനിതാ ഉപഭോക്താവ് ഷോപ്പിംഗ് ട്രോളിയുമായി നനഞ്ഞ തറയിലൂടെ നീങ്ങുമ്പോൾ തെന്നി വീണു എന്ന് കരുതുക. ഒരു സെയിൽസ് പേഴ്സൺ എന്ന നിലയ്ക്ക് എങ്ങനെയാണ് ആ ഒരു സാഹചര്യം കൈകാര്യം ചെയ്യുക? You have to present the problem in the form of a role play. ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് റോൾ പ്ലേയിലൂടെ അവതരിപ്പിക്കാം. Characters for the role play are as follows.
Student 1, Customer 1, elderly lady. Student 2, Customer 2. Student 3, Retail Sales Associate. Student 4, Housekeeping Staff. Student 5, Floor Manager. Now we can see the procedure. Step 1. Staff nearby should rush to the spot. Help her to get back to her own feet. അതായത് ഉപഭോക്താവ് വീണയുടൻ തൊട്ടടുത്തുള്ള സ്റ്റാഫ് മെമ്പർ സംഭവ സ്ഥലത്തേക്ക് ഉടനടി ഓടിച്ചെല്ലുകയും വീണെടുത്ത് നിന്ന് എഴുന്നേൽക്കുവാനായി ഉപഭോക്താവിനെ സഹായിക്കുകയും വേണം. സ്റ്റെപ്പ് 2. Retail Sales Associate should say, "Sorry, madam," and apologize for the inconvenience and enquire about her well-being. രണ്ടാമതായി റീറ്റെയിൽ സെയിൽസ് അസോസിയേറ്റ് ഉപഭോക്താവിനോട് അസൗകര്യം നേരിട്ടതിൽ ക്ഷമ ചോദിക്കുകയും ഉപഭോക്താവിൻ്റെ ക്ഷേമത്തെക്കുറിച്ച് അന്വേഷിക്കുകയും വേണം. Step 3. Then he should escort her to the nearest restroom or first aid room and provide water and necessary first aid if needed. അതിനുശേഷം റീറ്റെയിൽ സെയിൽസ് അസോസിയേറ്റ് ഉപഭോക്താവിനെ തൊട്ടടുത്തുള്ള പ്രഥമ ശുശ്രൂഷ അഥവാ വിശ്രമമുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും വെള്ളമോ മറ്റ് ആവശ്യമായ പ്രഥമ ശുശ്രൂഷയോ നൽകുകയും വേണം. Step 4. Inform the supervisor or floor manager about the situation. അതായത് അപകട സാഹചര്യത്തെക്കുറിച്ച് സൂപ്പർവൈസറെയോ ഫ്ലോർ മാനേജറെയോ അറിയിക്കുക. Step 5. Allow her to rest for some time and, if needed, arrange for medical attention. അഞ്ചാമതായി ഉപഭോക്താവിനെ കുറച്ച് സമയം വിശ്രമിക്കാൻ അനുവദിക്കുകയും ആവശ്യമെങ്കിൽ വൈദ്യസഹായം ഒരുക്കുകയും വേണം. Step 6. Floor manager concluded the role play, calling all the staff and taking necessary action to prevent such accidents by providing proper guidelines and keeping visible boards. അവസാനമായി ഫ്ലോർ മാനേജർ എല്ലാ സ്റ്റാഫ് മെമ്പേഴ്സിനെയും അടുത്തു വിളിച്ച് ഭാവിയിൽ ഇങ്ങനെയുള്ള അപകടങ്ങൾ ഉണ്ടാകാതിരിക്കുവാനുള്ള മാർഗനിർദ്ദേശങ്ങളും ആവശ്യമുള്ള മുന്നറിയിപ്പ് ബോർഡുകൾ എല്ലാവരും കാണത്തക്കവിധം സ്ഥാപിക്കാനുമുള്ള നിർദ്ദേശം നൽകിക്കൊണ്ട് റോൾ പ്ലേ അവസാനിപ്പിക്കാം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ റോൾ പ്ലേ ക്ലാസുകളിൽ അവതരിപ്പിക്കുവാൻ ബുദ്ധിമുട്ടുള്ളതിനാൽ റോൾ പ്ലേയുടെ ചോദ്യവും പ്രൊസീജിയറും കുട്ടികൾ തങ്ങളുടെ റെക്കോർഡിലേക്ക് എഴുതുകയും പിന്നീട് അവ ക്ലാസുകളിൽ അവതരിപ്പിക്കുകയും ചെയ്യാവുന്നതാണ്. ആക്ടിവിറ്റി. ഈ പാഠഭാഗത്തുള്ള ആക്ടിവിറ്റിയെക്കുറിച്ചാണ് ഇനി പറയുന്നത്. മേക്ക് എ പ്രസൻറ്റേഷൻ യൂസിംഗ് എ പോസ്റ്റർ അബൌട്ട് ഹസാർഡ് ഇൻ എ റീറ്റെയിൽ സ്റ്റോർ, ഇറ്റ്സ് പ്രിവെൻറ്റീവ് മെഷേഴ്സ് ആൻഡ് പോസിബിൾ സ്റ്റെപ്സ് ഓഫ് ഫസ്റ്റ് എയ്ഡ് ടു മാനേജ് ഇഞ്ചുറി ഡ്യൂ ടു ഹസാർഡ്. ഈ പാഠഭാഗത്ത് ചോദ്യം 1 പ്രസൻറ്റേഷനിൽ ഹസാർഡ്സിനെ കുറിച്ചുള്ള ഒത്തിരി പോസ്റ്റേഴ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ സഹായത്തോടു കൂടി ഒരു റീറ്റെയിൽ സ്റ്റോറിൽ ഉണ്ടാകാവുന്ന ഹസാർഡിനെ കുറിച്ചും അതിൻ്റെ പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചും സാധ്യമായ പ്രഥമ ശുശ്രൂഷയെക്കുറിച്ചുമുള്ള ഒരു പോസ്റ്റർ തയ്യാറാക്കുക. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കമ്പ്യൂട്ടർ ലാബ് ഉപയോഗിക്കാൻ പറ്റാത്തതിനാൽ മാനുവലായി
പേപ്പറും പെൻസിലും കളേഴ്സും ഉപയോഗിച്ച് പോസ്റ്റർ ഡിസൈൻ ചെയ്തതിനു ശേഷം റെക്കോർഡ് ബുക്കിലേക്ക് അറ്റാച്ച് ചെയ്ത് സൂക്ഷിക്കുക.